إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ, അയാളിലേക്ക് മരണം വന്നാൽ ആ വ്യക്തി പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ ജീവിതത്തിലേക്ക് മടക്കണമേ, എന്നെ ഇപ്പോൾ മരിപ്പിക്കല്ലേ റബ്ബേ, എനിക്ക് ഇനിയും ആയുസ് നീട്ടിത്തരണം. എന്തിനാണ്? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ വിഷയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. ആ പ്രയോഗം ശ്രദ്ധിക്കുക. എനിക്ക് കുറേ പ്രവർത്തിക്കാൻ വേണ്ടി എന്നല്ല, കാരണം കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്യേണ്ടതല്ല ചെയ്തത്. അതാണ് ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്താലേ മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടൂ എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ മറ്റു അമലുകൾ ഒഴിവാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറഞ്ഞു നോക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പോലും അവസരം നീട്ടിക്കൊടുക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, സഹോദരങ്ങളെ, യുവാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണത്തിന് മുമ്പ് നൽകിയിട്ടുള്ള ഈ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുക. എത്രയെത്ര മനുഷ്യരാണ്, പ്രത്യേകിച്ചും യുവാക്കളായ ആളുകൾ, അവരുടെ ജീവിതം, അവരുടെ സമയം പാഴാക്കുകയാണ് ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ. അധികവും സോഷ്യൽ മീഡിയയിലാണ്. ഒരു ഉപകാരവുമില്ലാത്ത ചപ്പും ചവറും കണ്ടും കേട്ടും അവർ സമയം കളയുന്നു. അനാവശ്യമായ വിനോദങ്ങൾ, അനാവശ്യമായ സുഖങ്ങൾ, അതിൻ്റെ പിന്നാലെ പോയി സമയം കളയുകയാണ്. പരലോകത്തേക്ക് ആവശ്യമായത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന പോലുമില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂ. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്നെല്ലാവരും ഒന്ന് പരിശോധിക്കൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടൂ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് നാളേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാതെ അനാവശ്യമായ കാര്യങ്ങളിൽ, വ്യർത്ഥമായ കാര്യങ്ങളിൽ അവരുടെ സമയം പാഴാക്കുകയാണ്. പ്രത്യേകിച്ചും യുവാക്കളായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക്,
നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണമെന്നാണ്. കാരണം ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കുന്ന പ്രായമാണ് യുവത്വ കാലഘട്ടം. ആ സമയത്താണ് നിനക്ക് പഠിക്കാൻ കഴിയുന്നത്, ആ സമയത്താണ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു വ്യക്തിക്ക് അള്ളാഹു എന്തെല്ലാം കഴിവുകൾ നൽകിയിട്ടുണ്ടോ ഈ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രായമാണ് യുവത്വ കാലഘട്ടം. പല ആളുകളും ഒരുപാട് കഴിവുകളുള്ളവരാണ്. ദീനിൻ്റെ കാര്യത്തിൽ കഴിവുള്ളവരാണ്, ഭൗതികമായി കഴിവുള്ളവരാണ്, ബൗദ്ധികമായ കഴിവുള്ളവരാണ്, ഒരുപാട് വിഷയങ്ങളിൽ നൈപുണ്യമുള്ള ആളുകളാണ്. പക്ഷേ ഇന്നത്തെ തലമുറയെ നോക്കൂ നിങ്ങൾ, ഒന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ മൊബൈൽ ഫോണും പിടിച്ച് ഇരിക്കുക എന്നല്ലാതെ അതേപോലെയുള്ള സംവിധാനങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. ഒരുപാട് കഴിവുകളുള്ളവരാണ്. വായിക്കാനറിയാം, എഴുതാനറിയാം, പഠിക്കാനറിയാം, പ്രവർത്തിക്കാനറിയാം, ജോലി ചെയ്യാനറിയാം, വീട്ടിലും പറമ്പിലും പുറത്തുമൊക്കെ ചെയ്യാനറിയാം, കച്ചവടം ചെയ്യാനറിയാം, പല നിലക്കുമുള്ള നല്ല നല്ല കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ മൊബൈൽ ഫോൺ അവരെ വഞ്ചിച്ചിരിക്കുന്നു, സോഷ്യൽ മീഡിയ അവരെ വഞ്ചിച്ചിരിക്കുന്നു, വ്യർത്ഥമായ കൂട്ടുകെട്ടുകൾ അവരെ വഞ്ചിച്ചിരിക്കുന്നു. അങ്ങനെ മറ്റു കാര്യങ്ങളിലെല്ലാം അകപ്പെട്ട് ഉപയോഗപ്പെടുത്തേണ്ടതൊന്നും ഉപയോഗപ്പെടുത്താതെ അവർ അവരുടെ ജീവിതം പാഴാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, യുവത്വത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ യുവത്വ കാലഘട്ടത്തെ അല്ലെങ്കിൽ ജീവിതത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ എന്താണ് വഴി? ധാരാളം വഴികളുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില ചെറുപ്പക്കാരെ പറഞ്ഞു തരികയും അവർക്ക് മാർഗദർശനം ലഭിക്കാൻ കാരണമായിട്ടുള്ള ഒരു വിഷയം പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായി ഞാനും നിങ്ങളും അത് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്താണത്? പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഘം യുവാക്കളെ കുറിച്ച് പറയുന്നു. ഇന്നഹും ഫിതിയ, അവർ കുറച്ച് യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു, ഈമാനുള്ളവരായി. അപ്പോൾ അല്ലാഹു എന്തു ചെയ്തു? വസിദ്നാഹും ഹുദാ, അവർക്ക് മാർഗദർശനം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. നമുക്ക് ജീവിതത്തിൽ ശരിയായ മാർഗദർശനം ലഭിക്കണോ? നമ്മുടെ അഖീദ ശരിയാക്കണം. എവിടെയൊക്കെ നമുക്ക് തകരാറുകളുണ്ടോ ആ തകരാറിൻ്റെ പ്രശ്നം നമ്മുടെ ഈമാനാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്, മലക്കുകളിലുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്, പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും ഖദറിലുമുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്. ഈമാൻ കാര്യങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത് മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കിയാലേ ഹിദായത്ത് ലഭിക്കൂ. എത്രയെത്ര സ്ഥലങ്ങളിൽ അല്ലാഹു അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവരുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകുന്നതാണ്. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ ഈമാൻ കാരണം അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുന്നതാണ്. ആ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി. ആ ഈമാൻ കാരണത്താൽ എല്ലാ ഖൈറാത്തുകളിലേക്കും എല്ലാ ഹിദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴി നടത്തി. മാത്രമല്ല അവർ പതറിപ്പോയില്ല, കാലഘട്ടത്തിന്റെ തിന്മകളിലേക്ക് അവർ ചായ്ഞ്ഞു പോയില്ല. എന്താ കാരണം? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി, അവരുടെ ഹൃദയത്തിന് ഞാൻ കെട്ടുറപ്പ് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എപ്പോഴാണ് നൽകിയത്? അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ റബ്ബെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ റബ്ബാണ്, ആ റബ്ബിനെ അല്ലാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന കറകളഞ്ഞ തൗഹീദ് അവർ മനസ്സിലാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ ഹിദായത്ത് നൽകുന്നത് അവർക്കാണ് യഥാർത്ഥ ഹിദായത്ത് ലഭിക്കുന്നത്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യം മുർഷിദാ, റഹ്മാനായ റബ്ബ് ഒരാളെ വഴികേടിലാക്കിയാൽ അവനെ നേർമാർഗം കാണിക്കുന്ന ഒരു വലിയനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. റഹ്മാനായ റബ്ബ് ഹിദായത്ത് തരണം. അതിനെന്ത് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മുടെ വിശ്വാസം ഒന്നുകൂടി പുതുക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം റെഡിയായിട്ടുണ്ടോ? പരലോകത്തിലുള്ള വിശ്വാസം ക്ലിയറാണോ? നബിയിലുള്ള വിശ്വാസം ശരിയായിട്ടുണ്ടോ? ഈമാനിനെ പുതുക്കുക,
പഠിക്കുക. എങ്കിൽ എല്ലാ നന്മയുള്ള വഴികളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നതാണ്. ഈ കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യുവാക്കൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് വിജയിക്കാൻ സാധിക്കും. ഇത് യുവാക്കൾക്ക് മാത്രമല്ല, മരിക്കുന്നത് വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കുമുള്ളതാണ്. അതിലൊന്ന്, ഇൽമു പഠിക്കണം, അറിവ് നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹദീസിലൂടെ എല്ലാ വിജ്ഞാനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കാനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും. പഠിച്ച് അറിവ് നേടുക, അധ്വാനിച്ച് പക്വത നേടുക. വിവേകവും പക്വതയും നേടിയെടുക്കേണ്ടതാണ്. അറിവിലൂടെ നേടിയെടുക്കണം, പഠിക്കണം. വെറുതെ സമയം കളയരുത്. ഒരുപാട് സമയം അല്ലാഹു തന്നിട്ടുണ്ട്. പഠിക്കാത്തതൊരു വിഷയമാണ്. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽം വയസ്ബുതൽ ജഹൽ. ഇൽമു ഉയർത്തപ്പെടും, ജഹാലത്ത് വ്യാപിക്കും. ജഹാലത്ത് വ്യാപിച്ചാൽ തിന്മയും വ്യാപിക്കും. അതിനുശേഷം പറഞ്ഞതൊക്കെ ജഹാലത്തിന്റെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അറിവ് നേടുക, എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ധാർമ്മികത കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ആരാണോ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നത്, അഥവാ തോന്നിവാസങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നിലക്കുള്ള ഇഫ്ഫത്ത് നൽകുന്നതാണ്, ചാരിത്രം നൽകുന്നതാണ്, നല്ല സംസ്കാരം നൽകുന്നതാണ്. കാരണം യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വേഗം കല്യാണം കഴിച്ച് നിങ്ങളുടെ ധാർമ്മികതയെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്. യുവാക്കളെ, കഴിവുള്ളവർ വേഗം കല്യാണം കഴിക്കണം. അതാണ് നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾക്കും നിങ്ങളുടെ കണ്ണിനും നല്ലത്. അധർമ്മത്തിന്റെ ലോകമാണിത്, തിന്മയുടെ ലോകമാണ്. എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളാണ്. രക്ഷപ്പെടണോ? കല്യാണം കഴിക്കുക. എന്നിട്ട് അല്ലാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതല്ലാത്തതിലേക്ക് പോവാതിരിക്കുക. എങ്കിലേ ഇന്നത്തെ യുവാക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാമത്തത്, തൻ്റെ രഹസ്യ സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാരോ അവനാണ് യഥാർത്ഥ മുത്തഖി. ശ്രദ്ധിക്കുക, ഇന്ന് മനുഷ്യർക്ക് രഹസ്യമായ സമയങ്ങളും സന്ദർഭങ്ങളും എമ്പാടുമാണ്. മൊബൈൽ ഫോണും ഒരു വ്യക്തിയും മാത്രം മതി അയാളും തിന്മയും ഒറ്റക്കാവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും, രാത്രി ഖിയാമുൽ ലൈൽ വരെ നമസ്കരിച്ചവരാണ്, മറ്റൊരുപാട് നന്മകൾ ചെയ്തവരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. എന്താണ് കാരണം? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ. അവരും ഹറാമും ഒറ്റക്കായാൽ ആ ഹറാം അവർ ചെയ്യും. അതാണ് അവരുടെ കുഴപ്പം. എന്ന് പറഞ്ഞാൽ താൻ ഒറ്റക്കായാൽ പിന്നെ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയേ ഇല്ല. ജനങ്ങളുടെ മധ്യത്തിൽ റബ്ബിനെ ഓർക്കുന്നു, എന്നാൽ ഒറ്റക്കാകുമ്പോൾ അള്ളാഹ് എന്ന ചിന്ത പോലുമില്ലെങ്കിൽ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുക. നാലാമത്തത്, അലസതയും മടിയും ഒഴിവാക്കി പ്രവർത്തിക്കാൻ രംഗത്ത് വരൂ. ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. ഉപകാരപ്രദമായ എല്ലാ കാര്യത്തിലേക്കും താല്പര്യപൂർവ്വം മുന്നോട്ട് വരിക. റഹ്മാനായ റബ്ബിനോട് സഹായം തേടൂ. വലാ തഅജിസ്. മടി കാണിക്കല്ലേ, അലസത കാണിക്കല്ലേ, മൂടിപ്പുതച്ച് കിടക്കല്ലേ, ചടഞ്ഞിരിക്കല്ലേ, പ്രവർത്തിക്കൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗൻ ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ. ഒരാളെ കാണുന്നത് ഞാൻ വെറുക്കുന്നു. എങ്ങനെ? അയാൾ വെറുതെ ഇരിക്കുകയാണ്. ഒന്നെങ്കിൽ ദീനിൻ്റെ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യം ചെയ്യുക. രണ്ടുമില്ലാതെ സമയം വേസ്റ്റാക്കുന്നവരെ ഞാൻ വെറുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തത്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്
വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അള്ളാഹു എപ്രകാരമാണോ നിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്തത്, തിരിച്ച് റഹ്മാനായ റബ്ബിനും ഇഹ്സാൻ ചെയ്യുക. എങ്ങനെയാണത്? കറകളഞ്ഞ ഇബാദത്ത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നാട്ടുകാർക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക. അതിനുള്ള കഴിവും ശക്തിയും ആരോഗ്യവും സമ്പത്തുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. റബ്ബിന് നൽകേണ്ട ഇബാദത്തും നൽകണം, സമൂഹത്തിനുള്ള നല്ല നല്ല സേവനങ്ങൾ ചെയ്യണം. അല്ലാതെ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, യുവത്വത്തെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് ഇരുലോകത്തും വിജയിക്കുന്ന ആളുകളായി തീരാൻ നമുക്ക് സാധിക്കും. മരിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.